നമ്മളെല്ലാവരും അള്ളാഹുവിനോട് എപ്പോഴും ചോദിക്കേണ്ടുന്നൊരു കാര്യമാണത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക വറഹ്മതിക ഫഇന്നഹു ലാ യംലികുഹാ ഇല്ലാ അൻത. അല്ലാഹുവേ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക വറഹ്മതിക, നിന്റെ അപാരമായ നിന്റെ ഫദ്ലിൽ നിന്നും നിന്റെ കാരുണ്യത്തിൽ നിന്നും നിന്റെ ഔദാര്യത്തിൽ നിന്നും നിന്റെ കാരുണ്യത്തിൽ നിന്നും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഫഇന്നഹു, കാരണം എന്താ അത് നിന്നോട് ചോദിക്കാൻ എന്താ കാരണം? ലാ യംലികുഹാ ഫഇന്നഹു ലാ യംലികുഹാ ഇല്ലാ അൻത, നീയല്ലാതെ അവയെ ഉടമപ്പെടുത്തിയവനില്ല. ഫദ്ല് തരാനും റഹ്മത്ത് തരാനും ഒക്കെ നിനക്കേ കഴിയൂ. നീയാണ് എല്ലാ ഫദ്ലിന്റെയും എല്ലാ റഹ്മത്തിന്റെയും മാലിക്, നീയാണ്. നിന്നോട് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ റബ്ബേ, നിന്നോട് ഞാനിതാ നിന്റെ ഫദ്ലും നിന്റെ റഹ്മത്തും ഞാൻ ചോദിക്കുകയാണ്, യാചിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക വറഹ്മതിക ഫഇന്നഹു ലാ യംലികുഹാ ഇല്ലാ അൻത. നോക്കൂ നിങ്ങൾ, എത്ര മനോഹരമായ അർത്ഥവത്തായ പ്രാധാന്യമുള്ള ആശയ സമ്പുഷ്ടമായ ഒരു പ്രാർത്ഥനയാണിത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഫദ്ലിന് വേണ്ടി നമ്മൾ മോഹിക്കുന്നവരാണ്. അള്ളാഹുവേ, നിന്റെ ഫദ്ല് ഞാൻ ചോദിക്കുന്നു എന്ന് പള്ളികളിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ നമ്മൾ ചോദിക്കാറുള്ളത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക എന്നാണ്. അള്ളാഹുവേ, നിന്റെ ഫദ്ലിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. പള്ളികളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന വേളയിൽ നമ്മൾ ചോദിക്കാറുള്ളത് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്നാണ്. അള്ളാഹുവേ, നിന്റെ കാരുണ്യത്തിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ എൻ്റെ മുമ്പിൽ നീ മലർക്കെ തുറന്നു തരേണമേ എന്ന്. ആ പ്രാർത്ഥനകളുടെ ആശയം അത് രണ്ടും കൂടെ ഇതിൽ ഒന്നിച്ചു ചേർത്തിരിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക വറഹ്മതിക ഫഇന്നഹു ലാ യംലികുഹാ ഇല്ലാ അൻത. ഇതിനൊരു സന്ദർഭം ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഹില്യത്തുൽ ഔലിയ ഉദ്ധരിച്ചിട്ടുള്ള ആ റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരിക്കൽ ഒരു വിരുന്നുകാരൻ വരികയാണ്. ഒരു അതിഥി എത്തി. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭവനത്തിന്റെ അവസ്ഥ ചരിത്രത്തിൽ നമ്മൾ അറിഞ്ഞവരാണ്. പലപ്പോഴും ഓരോ മാസങ്ങൾ പിന്നിടുന്ന 2ഉം 3ഉം ഒക്കെ ഹിലാലുകൾ ഞങ്ങൾ കാണാറുണ്ട്, മാസപ്പിറവികൾ കാണാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ കാരക്കയും വെള്ളവുമല്ലാതെ അടുപ്പിൽ നിന്ന് പുകയുയർന്ന നാളുകൾ ഉണ്ടായിട്ടില്ല. അത്രയും ദിവസങ്ങളിൽ നിന്ന് ആദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായി നമുക്ക് ഹദീസുകളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഇരിക്കവേ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ഒരു ഗസ്റ്റ്, ഒരു അതിഥി വരികയാണ്. അള്ളാഹുവിന്റെ റസൂല് അവർക്ക് എടുത്തു കൊടുക്കാൻ വല്ലതും വീട്ടിലുണ്ടോ എന്ന് നോക്കുകയാണ്. ഒന്നുമില്ല. ഭാര്യമാരുടെ അടുക്കലേക്ക് ആളെ അയച്ചു, വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടി, വല്ല ഭക്ഷണവും ഉണ്ടെങ്കിൽ ഈ അതിഥിക്ക് കൊടുക്കാൻ വേണ്ടി. അവിടെയും വിട്ട് അന്വേഷിച്ചു നോക്കി. ഫലം യജിദ് ഇൻദ വാഹിദത്തിൻ മിൻഹുന്ന, ആരുടെ കയ്യിലും ഒന്നുമില്ല. ഒരു അതിഥിക്ക് കൊടുക്കാവുന്ന വിധത്തിലുള്ള ഒരു ഭക്ഷണം അല്പം പോലും ആരുടെ കയ്യിലുമില്ല, തന്റെ വീട്ടിൽ എവിടെയുമില്ല. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക വറഹ്മതിക ഫഇന്നഹു ലാ യംലികുഹാ ഇല്ലാ അൻത എന്ന് മനമുരുകി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചപ്പോഴേക്ക് നോക്കൂ നിങ്ങൾ, അപ്പോഴത് അത്ഭുതകരമെന്ന് പറയട്ടെ, ആ പ്രാർത്ഥന തീർന്ന് അല്പമാകുമ്പോഴേക്ക് ഹദീസിൽ കാണാം, ഫഉഹദിയത് ലഹു ഷാത്തുൻ മസ്ലിയത്തുൻ, നല്ല ചുട്ട് വേവിച്ച് പാകപ്പെടുത്തിയ ഒരാട്ടിന്റെ മാംസം, ഒരാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഹദിയയായി കൊണ്ടുവരപ്പെടുകയാണ്. എവിടെ നിന്നോ ഒരു സഹാബി ഒരു ഹദിയ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്. എന്താണ്? നല്ല വേവിച്ച നല്ല ചുട്ട ആടിനെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ അവസരത്തിൽ പറയാണ്, ഹാദിഹി മിൻ ഫദ്ലില്ലാഹ്, ഇതാ അല്ലാഹുവോട് ചോദിച്ച ഫദ്ല് കിട്ടിക്കഴിഞ്ഞു, അല്ലാഹുവിന്റെ ഫദ്ലാണിത്. വനഹ്നു നൻതളിറുർ റഹ്മ, ഇനി അള്ളാന്റെ റഹ്മത്തിനെ നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. 2 ചോദ്യമല്ലേ ചോദിച്ചത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക വറഹ്മതിക, അതിൽ ഫദ്ൽ എനിക്ക് കിട്ടിപ്പോയി. ഇപ്പോ ഈ ഫദ്ലും റഹ്മത്തും തമ്മിലുള്ള വേർതിരിവ് എന്താണ്? ഫദ്ല് എന്താണ്? റഹ്മത്ത്? അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പണ്ഡിതന്മാർ പലരും ചർച്ച ചെയ്തപ്പോൾ ചിലരൊക്കെ പറഞ്ഞു ഫദ്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൻനിഅമുൽ ലാഹിരിയ, ബാഹ്യമായ നിലക്കുള്ള അനുഗ്രഹങ്ങളാണ്, അഥവാ അൻനിഅമുൽ മാദ്ദിയ, പെട്ടെന്ന് നമുക്ക് കാണാൻ കഴിയാവുന്ന ഭൗതികമായ അനുഗ്രഹങ്ങൾ. മറ്റേത് റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായി അവൻ നമുക്കൊരുക്കി കാത്തുവെച്ചിട്ടുള്ള അവന്റെ പ്രത്യേകമായ റഹ്മത്ത്, അവന്റെ കാരുണ്യം എന്നൊക്കെ വ്യത്യാസങ്ങൾ പലരും വിശദീകരിച്ച് കാണുവാൻ നമുക്ക് സാധിക്കും. സഹോദരങ്ങളെ, ഏതോ ആവട്ടെ, ഇവിടെ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചപ്പോഴേക്ക് അവിടുത്തേക്കതാ ആ അതിഥിക്ക് കൊടുക്കാനുള്ള മാംസം അവിടെ കൊണ്ടുവരപ്പെട്ടു എന്നാണ്. വളരെയേറെ അത്ഭുതകരമായൊരു കാര്യമാണ്. അവിടുത്തെ പ്രാർത്ഥനയാണ്, അവിടുന്നെല്ലാം തികഞ്ഞ വ്യക്തിത്വമാണ്. അവിടുത്തെ പ്രത്യേകമായ ആ ഒരു ദുആക്ക് അല്ലാഹു തആല ഉടനെ ഉത്തരം നൽകിയ അത്ഭുതകരമായൊരു സംഭവമാണിത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹുവിന്റെ ഫദ്ലും റഹ്മത്തും ഒക്കെ ഏറെ ആവശ്യമുള്ളവരാണ്.
ആ ഫളിനെ അതുപോലെ തന്നെ റബ്ബിന്റെ റഹ്മത്തിന് വേണ്ടി നമ്മൾ നിരന്തരമായി ചോദിക്കണം. അതുകൊണ്ട് നമ്മുടെയും പ്രാർത്ഥനകളിൽ, നമ്മുടെയും പ്രധാനപ്പെട്ട അവസരങ്ങളിൽ, പ്രാർത്ഥനാ വേളകളിൽ ഈ പ്രാർത്ഥനയും മറക്കാതെ നമ്മൾ നിർവഹിക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക വറഹ്മതിക ഫഇന്നഹു ലാ യംലികുഹാ ഇല്ലാ അൻത. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫളിൽ നിന്നും റഹ്മത്തിൽ നിന്നുമൊക്കെ ഉദാരമായി നൽകപ്പെടുന്നവരിൽ സാധുക്കളായി നമ്മയും അവൻ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. തൗഹീദിന്റെ പ്രഖ്യാപനവും അതിലടങ്ങിയിട്ടുണ്ട്. കാരണം ഹദീസിന്റെ ദുആയുടെ രണ്ടാമത്തെ ഭാഗം ഫഇന്നഹു ലാ യംലികുഹാ ഇല്ലാ അൻത എന്നാണ്. കാരണം അല്ലാഹുവേ, നീയല്ലാതെ ഫളലും റഹ്മത്തും ഒന്നും തരാൻ കഴിവുള്ള, അതിനുള്ള ഉടമസ്ഥരായ ആളുകളില്ല. നമ്മുടെ ഉറച്ച ആ തൗഹീദിന്റെ പ്രഖ്യാപനം അതിലുണ്ട്. അതുകൊണ്ട് ഈ ദുആയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫളലും റഹ്മത്തുമൊക്കെ ധാരാളമായി നൽകപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.